അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി. വീട് ഫെയ്ത്തുവിന്റെ വീട്, വീട് ഫെയ്ത്തുവിന്റെ വീട്. ഓ മൈ ഗോഡ്, മതിര താഴെ ഇറങ്ങ, താഴെ വീഴും വീഴും. ചക്കരേ. ആ നന്ദു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഒന്നുമില്ല, സുഖമായിരിക്കുന്നു. അപ്പയമ്മക്ക് എന്തിയെ? അപ്പ പോയി. അവയ്ക്ക് കളിക്കണം. ഇന്നാ പിടി. ഇപ്പം വേണം. നിനക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അത്. ഓക്കെ, പോയി ഞാൻ നോക്ക്. പോയി എടുത്തു വെച്ചിട്ട് വരാം. ഫോണൊന്ന് മേടിക്ക് പൊന്നോ. ഫോൺ കളിച്ചത് മതി. ആ മോളെ, വാശി പിടിക്കല്ലേ. നമുക്ക് പോകാം, നമുക്ക് പോകാലോ, നമുക്ക് പോകാലോ. നമുക്ക് ഇവരോട് കൂട്ടുകൂടണ്ടേ, നമുക്ക് പോകാവേ. ഹായ് സോന പാപ്പടി. പപ്പേ, ഇത് നന്ദു മൊത്തം കഴിച്ചു കഴിഞ്ഞേ. മോൻ ഇങ്ങോട്ട് വാ. നന്ദു, മോൻ എന്ത് പണിയായി കാണിച്ചേ? കഴിച്ചതല്ലേ ഉള്ളൂ. ആ, അങ്കിൾക്കറിയാം മോൻ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ആർക്കൊക്കെ വേണ്ടി കൊണ്ടുവന്നാ? എനിക്ക്. അപ്പ ഫെയ്ത്തുനോ? എന്നാ ശ്രദ്ധിക്കേ, നമ്മുടെ വീട്ടില് ഗസ്റ്റ് വരുമ്പം പല സാധനങ്ങളും കൊണ്ടുവരും. അത് ആർക്കൊക്കെയാ? ആ വീട്ടിലുള്ള എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാ. പിന്നെ എന്തിനാ ആ കവർ എനിക്ക് തന്നെ? ആ, മോന് തന്നതിന്റെ അർത്ഥം എന്താ? അത് മോൻ ഒറ്റയ്ക്ക് തന്നല്ലോ. മോൻ അറിയാലോ, അങ്കിള് വന്നപ്പോ കൊണ്ടുവന്ന സാധനം ആ വീട്ടിൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണെന്ന് അറിയാലോ. അപ്പൊ മോൻ എന്ത് ചെയ്യണം? അതിൽ ഫെയ്ത്തിനുള്ളത് മാറ്റി വെക്കണം. അപ്പയുണ്ട്, അമ്മയുണ്ട്. അപ്പൊ അവർക്കെല്ലാം കൂടി ഉള്ളത് ഷെയർ മാറ്റി വെച്ചിട്ട് തിന്നാൻ പാടുണ്ടായിരുന്നുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇനി ആ ഗസ്റ്റൊക്കെ വന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ തന്നാൽ, ഇവിടെ ശ്രദ്ധിക്കേ, തന്നാൽ മോൻ എന്ത് ചെയ്യണം? മോന്റെ ഷെയർ മാത്രം കഴിക്കുക. എന്നിട്ട് അവരെല്ലാം കഴിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മോന് കഴിക്കാം. ഓക്കെ അല്ലേ? വെരി ഗുഡ്. നമ്മളിവിടെ കാണുന്നു, മോന്റെ കയ്യിൽ കൊണ്ടുപോയി ഒരു പൊതി കൊടുത്തു. അവൻ ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു അവന്റെ കയ്യിൽ കിട്ടിയത്. അവനത് പൊതിയെല്ലാം അഴിച്ച് രുചി മനസ്സിൽ ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അത് മുഴുവൻ ഇരുന്ന് കഴിക്കുകയാണ്. വീട്ടിൽ അപ്പയുണ്ടെന്നോ അമ്മയുണ്ടെന്നോ അനുജത്തിയുണ്ടെന്നോ അനുജനുണ്ടെന്നോ ഉള്ള കാര്യങ്ങളെല്ലാം അവൻ മറന്നു പോവുകയാണ്. ഒരു പങ്കുവെക്കലിന്റെ സ്വഭാവം അവിടെ നമ്മൾ കാണുന്നില്ല. പങ്കുവെക്കലിന്റെ ഒരു സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ മക്കൾക്ക് പങ്കുവെക്കാനുള്ള, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. എന്തുമായിക്കൊള്ളട്ടെ, അവരുടെ കഴിവായിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ശരി, അത് പങ്കുവെക്കാനായിട്ട് മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. പ്രിയ മാതാപിതാക്കളെ, ദൈവം നിങ്ങൾക്ക് സമ്മാനമായി തന്ന മക്കൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, പ്രത്യേകിച്ച് പങ്കുവെച്ച് വളരാനുള്ള ഒരു മനസ്ഥിതി വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പങ്കുവെച്ച് വളരാനുള്ള ഒരു മനോഭാവം നിങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിൽ കുഞ്ഞതായി പറഞ്ഞുകൊടുത്ത് അത് വലുതാക്കാനുള്ള ഒരു മനോഭാവം സർവശക്തനായ ദൈവം മാതാപിതാക്കളായ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും
അതനുസരിച്ച് മക്കളെ വളർത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയുമാണ്. ഫെയ്ത്തുവിന്റെ വീട്. അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോൾ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി. വീട് ഫെയ്ത്തുവിന്റെ വീട്.